ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ആക്സോണസ് ലേണിംഗ്. ആക്സോണസ് ലേണിംഗിലെ മലയാളം വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സെഷനിലൊക്കെ എല്ലാവരും വളരെ വൃത്തിയായിട്ട് ക്ലാസ് കണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ 70ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ പറഞ്ഞ് തുടങ്ങുന്നത്. ഓക്കെ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാരും മറന്നു പോയരുത്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 40-45 വരെയുള്ള വാക്കുകളിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഒരു ഏകദേശം ഒരു അരപ്പുറം അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോടെ നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നിസാർ അഹമ്മദിന് കുഞ്ഞു പാത്തുമ്മയോട് സ്നേഹം വെളിവാക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെ സന്ദർഭങ്ങളാണ് നമ്മുടെ നിസാർ അഹമ്മദിന് കുഞ്ഞു പാത്തുമ്മയോടുള്ള സ്നേഹം വെളിപ്പെടുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ എല്ലാവരും. അല്ലേ, നമുക്കറിയാം നിസാർ അഹമ്മദിന് കുഞ്ഞുപാത്തുമ്മയോട് സ്നേഹം വെളിപ്പെടുന്നത്, കുഞ്ഞുപാത്തുമ്മയ്ക്ക് നിസാർ അഹമ്മദിനോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്ന സന്ദർഭം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിസാർ അഹമ്മദിന് കുഞ്ഞുപാത്തുമ്മയോടുള്ള സ്നേഹമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സന്ദർഭം ഏതാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കുരുവയെ രക്ഷിക്കുന്നതിനിടയിൽ കുഞ്ഞുപാത്തുമ്മയ്ക്ക് പറ്റിയ മുറിവിന് തൻ്റെ തൂവാലയെടുത്ത് കെട്ടിക്കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ നിസാർ അഹമ്മദ് എന്ത് ചെയ്യുന്നുണ്ട്? കുഞ്ഞുപാത്തുമ്മയുടെ കയ്യിൽ മുറിവായി, തോട്ടിലേക്ക് ഇറങ്ങിയ സമയത്ത് മുറിവൊക്കെ ആയിട്ട് ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നിസാർ അഹമ്മദ്? അതെ, നമ്മുടെ സ്വന്തം തൂവാല, അല്ലെ പുത്തൻ തൂവാല എടുത്ത് അത് കയറിയിട്ട് മരുന്നൊക്കെ വെച്ച്, അല്ലേ, മരുന്ന് ഏതാണെന്ന് നമുക്കറിയാം, അതൊക്കെ വെച്ചിട്ട് തൂവാല എടുത്ത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭം കാണുമ്പോൾ നമുക്കറിയാലോ അല്ലേ, നിസാർ അഹമ്മദിനൊരു സ്നേഹമുള്ളത് കൊണ്ടാണ് എന്ന്. അടുത്തത്, നിസാർ അഹമ്മദ് കുഞ്ഞുപാത്തുമ്മയുടെ വലത് കൈ പിടിച്ചുകൊണ്ട് മാടിൽ കൂടി കയറുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സന്ദർഭം നിസാർ അഹമ്മദിന് സ്നേഹം ഉള്ളത് കൊണ്ടാണെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്കിവിടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അല്ലേ? മലയാളത്തിലെ പ്രസിദ്ധനായ കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ബഷീറിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കൃതിയാണ് ഉപ്പൂപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ആ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് നിസാർ അഹമ്മദും കുഞ്ഞുപാത്തുമ്മയും അല്ലേ? അങ്ങനെ കുഞ്ഞുപാത്തുമ്മ എന്ത് ചെയ്തിട്ടുണ്ട്? കുരുവിയെ പിടിക്കാൻ വേണ്ടി ഇനി പോകുന്ന സമയത്ത് ഈ സംഭവം നമ്മൾ പറയാം അല്ലെ, പറ്റിയ മുറിവ് കെട്ടിക്കൊടുക്കുന്നുണ്ട് നിസാർ അഹമ്മദ്. കൂടാതെ നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ടോ ഡൗട്ടാണ്. പക്ഷേ ഈ ഒരു ഉപ്പൂപ്പാക്കിൻ്റെ ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന യൂണിറ്റ് ഒരു കഥയിലെ നോവലിലെ ചെറിയൊരു ഭാഗം മാത്രമാണല്ലോ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുഴുവനായിട്ട് നമ്മൾ വായിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. അതിൽ കുഞ്ഞുപാത്തുമ്മയ്ക്ക് അല്ലേ എഴുത്തും ഒക്കെ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. കുഞ്ഞുപാത്തുമ്മയുടെ നമ്മുടെ നിസാർ അഹമ്മദിൻ്റെ അനിയത്തിയും ഒക്കെ ചേർന്നിട്ട് കുഞ്ഞുപാത്തുമ്മേനെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ എന്താണ്, നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടിച്ചേർത്ത് എഴുതാം. കുഞ്ഞുപാത്തുമ്മയോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് അവർ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ കുഞ്ഞുപാത്തുമ്മയ്ക്ക് വേണ്ടി കുഞ്ഞുപാത്തുമ്മയുടെ കൂടെ ഇരുന്ന് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, 71ാമത്തെ ക്വസ്റ്റ്യൻ. കൂടറിയുന്നില്ല പക്ഷിതൻ സങ്കടം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പാഠഭാഗത്തെ ആശയത്തെ കൂടി അടിസ്ഥാനമാക്കി വ്യക്തമാക്കുക. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഭാഗം കൂടറിയുന്നില്ല പക്ഷിതൻ സങ്കടം, ഇത് ഏത് യൂണിറ്റുമായിട്ടാണ്, ഏത് കവിതയുമായിട്ടായിരിക്കും, ഏത് കൃതിയുമായിട്ടാണ് ബന്ധമുള്ളത്? വിട്ടയക്കുക എന്ന് പറയുന്ന ബാലാമണി അമ്മയുടെ കൃതിയുമായിട്ടാണ് ബന്ധമുള്ളത്. അപ്പം കൂടറിയുന്നില്ല പക്ഷിതൻ സങ്കടം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കൂട്ടിലകപ്പെട്ട കിളിയുടെ സങ്കടം കൂടെ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. കൂടെ അറിയുന്നുണ്ടോ അല്ലേ? നമുക്ക് ആ യൂണിറ്റിലേക്കൊന്ന് കടന്നു നോക്കാം. സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ മൂല്യം എന്ന ആശയമാണ് വിട്ടയക്കുക എന്ന് പറയുന്ന കവിത. നമ്മുടെ 3 മാർക്കിൻ്റെ ആവുമ്പോൾ ഒരു കൃതിയിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട്. പാരതന്ത്ര്യം ആത്മാവിനെ എങ്ങനെയെല്ലാം അസ്വസ്ഥമാക്കുന്നു എന്നതാണ് ഇവിടെ പ്രതിപാദ്യമായിട്ട് വരുന്നത്. കൂടാതെ കൂടിൻ്റെ ചുറ്റഴി ഓരോന്നും കിളിയെ നോക്കി ചിരിക്കുന്നതായിട്ട് കിളിക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? ദുഷ്ടരായ തന്നെ തടവിലാക്കുകയാണല്ലോ ആ കൂട് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആ തടവിലാക്കപ്പെട്ട കൂട്, അതിൻ്റെ ചുറ്റഴി ഓരോന്നും എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കിളിയെ നോക്കിയിട്ട് ചിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ജന്മഭൂമിയായ കാനനം കിളിക്ക് മുന്നിൽ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ കിളി കൂട്ടിൽ നിൽക്കുന്ന ആ കിളിക്ക്
തൻ്റെ കാനനം, താൻ ജനിച്ച് വളർന്ന ആ കാട്, താൻ പറക്കാൻ ആഗ്രഹിക്കുന്ന ആ കാട് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ പ്രത്യക്ഷപ്പെടുകയാണ്. കൂട്ടിൽ കിടക്കുന്ന പാലും പഴവും ഉടമയുടെ ലാളനയും മനഃശാന്തി നൽകുന്നുണ്ടോ കിളിക്ക്? ഇല്ല, ഒരിക്കലും അതൊന്നും കിളിക്ക് മനഃശാന്തി നൽകുന്നതല്ല. അപ്പോൾ ഇവിടെ തന്നെ വിട്ടയക്കുവാൻ കിളി ആവശ്യപ്പെടുന്നു. പക്ഷെ ഓരോ നിമിഷവും ആ കൂട് എന്ത് ചെയ്യുകയാണ്? അതിൻ്റെ ചുറ്റഴികൾ ഓരോന്നും എന്ത് ചെയ്യുകയാണ്? കിളിയെ നോക്കി ചിരിക്കുന്നതായിട്ട് കിളിക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 72ാമത്തെ ക്വസ്റ്റ്യൻ. ലേഖകൻ തൻ്റെ വീടിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് അയൽപക്കം എന്ന ഉപനിഷത്ത് എന്ന പാഠഭാഗത്ത് വിശദമാക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത് അല്ലേ? ഇത് ലേഖകൻ തൻ്റെ വീടിനെ കുറിച്ച് അയൽപക്കം എന്ന ആ ഒരു യൂണിറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. എന്താണ് പറയുന്നത്? നാം ഇന്ന് വിരോധം തുടങ്ങിയത് അയൽപക്കത്ത് നിന്നാണ്. ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് ഞങ്ങളുടെ ഗ്രാമജീവിതത്തിൻ്റെ ഉള്ളിൽ ഈ വലിയ അയൽപക്കത്തിൻ്റെ ഒളി പരന്നിരുന്നു. അടുത്ത പറമ്പുകളിലെല്ലാം പുരയിടം എന്ന തെക്കൻ മട്ടം, വീടും ആൾക്കാരും ഉള്ളത് വലിയൊരു ഉറപ്പ്. ഇന്നത്തെ പ്രയോഗം സുരക്ഷിതത്വ ബോധം എന്നാണ്. അപ്പോൾ ഇങ്ങനെ എന്താണ് ലേഖകന് അയൽപക്കം എന്ന പാഠഭാഗത്ത് അയൽപക്കം എന്തായിട്ടാണ് തോന്നുന്നത്? ഒരു ഉറപ്പ് അല്ലെ, ഒരു സുരക്ഷിതത്വമായിട്ടാണ് നമ്മുടെ ലേഖകന് അനുഭവപ്പെടുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം പാർത്തിരുന്ന വീടിൻ്റെയും പിന്നീട് ഞങ്ങളുടെ സ്വന്തമായ പൂതപ്പാറയിലെ നിത്യാനന്ദാലയം എന്ന വീടിൻ്റെയും തെക്ക് വശത്ത് മരങ്ങളൊന്നുമില്ലാതെ പുൽപ്പറമ്പുകളായിരുന്നു. പുൽപ്പറമ്പ് കാണാനും ഫുട്ബോൾ കളിക്കാനും യോഗ നടത്താനും പറ്റിയതാണെങ്കിലും അത് വെറുതെ നോക്കി നിൽക്കുമ്പോൾ ഒരു ചെറു പേടി മനസ്സിൽ കടന്നുകൂടിയിരുന്നു. ശൂന്യത ഉണ്ടാക്കുന്ന ഭയം. ഇനി താൻ പിറന്ന വീടിനെ കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പിറന്ന വീടിൻ്റെ കഥ പറയാം. അവിടെ അയൽപക്ക വീടുകൾ മിക്കതും എന്താണ്? മുസ്ലിങ്ങളുടേതായിരുന്നു. അപ്പോൾ നമ്മുടെ ലേഖകൻ്റെ അയൽപക്കം എന്തായിരുന്നു? മുസ്ലിങ്ങളുടേതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ എഴുതി വെക്കേണ്ടത്. മാപ്പിള എന്ന വാക്കാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത് അല്ലേ? മുസ്ലിങ്ങളുടെ അവർക്ക് എന്തായിരുന്നു? അന്നത്തെ കാലത്ത് മാപ്പിള എന്നായിരുന്നു പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പള്ളിയിൽ പോകുക മുതലായ ചില സംഗതികളിൽ വ്യത്യാസമുണ്ടെന്ന് കാണിക്കാനല്ലാതെ അടുത്തിടപഴകാനും കൂടിച്ചേർന്ന് കളിക്കുവാനും തടസ്സം നിൽക്കുന്ന വ്യത്യാസമായി അന്ന് അത് കരുതപ്പെട്ടിരുന്നില്ല. ഒരു ജാതി വിവേചനം ഉണ്ടായിരുന്ന കാലമായിരുന്നോ? ഇല്ല, ജാതി വിവേചനം ഒന്നുമില്ല, എല്ലാവരും ഒന്നാണ് എന്ന ഒരു കാലമായിരുന്നു അത്. ഓക്കെ, കുട്ടിക്കാലത്ത് എൻ്റെ മനസ്സ് സൂക്ഷിച്ചു നോക്കി പറയുകയാണ്. മുണ്ടുടുക്കൽ, തട്ടമിടൽ, പള്ളിയിൽ പോകൽ, ദൈവമെന്നോ ഈശ്വരനെന്നോ പറയാതെ അല്ലാ, ഇതൊക്കെയാണ് മാപ്പിള വീട്ടുകാരുടെ വ്യത്യാസങ്ങൾ. പക്ഷെ അവർ അതുകൊണ്ട് അന്യരെ ശത്രുക്കളല്ലെന്നും ഒന്നിച്ചുകൂടി കഴിയേണ്ടവരാണ് എന്നും ആരും പറയാതെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഒരു ദൈവം മനുഷ്യനി എന്ന സൂക്തമൊക്കെ കേൾക്കുന്നതിന് മുമ്പത്തെ ആദ്യ ബാല്യത്തിലെ മനോഭാവത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് അല്ലേ. എന്താണ് ഇവിടെ ഒരു ദൈവം മനുഷ്യനി എന്ന് പറയുന്നതിൻ്റെ കാര്യമില്ല, അതിന് മുന്നത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അന്ന് വരെ അന്നേ എന്തായിരുന്നു? ഇവിടെ ആളുകൾ ഹിന്ദുവെന്നോ മുസ്ലിമാനെന്നോ ക്രിസ്ത്യനെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഒരുമിച്ച് താമസിക്കുന്ന ആളുകളായിരുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളാണ് വീടിനെ കുറിച്ച് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 73ാമത്തെ ക്വസ്റ്റ്യൻ. അവരൊക്കെ എന്തിനാ വിഷമിക്കണേ? അവരൊക്കെ അല്ലേ എന്നെ ഇങ്ങനെയാക്കിയത്? മനോജിനെ ഇങ്ങനെയാക്കിയതിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് എന്ത് അല്ലേ? നമ്മൾ പറഞ്ഞു മനോജ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തിന് രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കയിലാണ്. അപ്പോൾ മനോജ് പറയുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് വിഷമമുണ്ട് മനോജിൻ്റെ ഈ അവസ്ഥയിലെന്ന് ഡോക്ടർ മനോജിനോട് പറയുമ്പോൾ മനോജ് പറയുകയാണ് എന്ത്? അവരൊക്കെ എന്തിനാ വിഷമിക്കണേ? അവരൊക്കെ എന്നെ ഇങ്ങനെ ആക്കിയത്, എന്നെ ഇങ്ങനെ ആക്കിയത് എന്ന് പറയുകയാണോ? അപ്പോൾ എന്താണ് ആ ഒരു സന്ദർഭത്തിലേക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം. ക്യാൻസർ ബാധിതനായ ഏക മകൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം മാതാപിതാക്കൾ കൂടിയാണ് അല്ലേ? മാതാപിതാക്കൾക്കുള്ള പങ്ക് എന്ത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആ മാതാപിതാക്കൾക്കാണ് പങ്ക് എന്നാണ് നമ്മളിവിടെ സമർത്ഥിക്കേണ്ടത്. കുട്ടിക്കാലത്ത് സ്നേഹത്തിനു പകരം പണം കൊടുത്ത് നശിപ്പിക്കപ്പെട്ട കുട്ടിയാണ് മനോജ്. ചെറുപ്രായത്തിൽ ഐസ്ക്രീമും ടാങ്കിലും ഒതുങ്ങിയ ആവശ്യങ്ങൾ മുതിർന്നപ്പോൾ ലഹരിയിലെത്തി അല്ലേ? ചെറുപ്പത്തിൽ ഐസ്ക്രീമും ടാങ്കും ഒക്കെ ആയിരുന്നു സ്ഥിരമായിട്ടുള്ള ഒരു ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് മുതിർന്നപ്പോൾ എന്തായി? മയക്കുമരുന്നിലും അതിലൊക്കെ എത്തി എന്നുള്ളതാണ് സത്യം.
ജീവിത തിരക്കുകൾക്കിടെ വേണ്ടത്ര കരുതലും സ്നേഹവും കൊടുത്ത് വളർത്താതെ ജീവിതം നശിപ്പിക്കുന്ന അനേകം കുഞ്ഞുങ്ങളുടെ പ്രതിനിധിയാകുന്നു മനോജ്. മകൻ്റെ ആരോഗ്യവും ഭാവിയും തകർന്നടിയുന്നതാണ് അമ്മയെ അസ്വസ്ഥനാക്കുന്നത്, അല്ലേ? അപ്പോൾ അച്ഛനും അമ്മയും ഡോക്ടറാണ്. ആ തിരക്കുകൾക്കിടയിൽ മകനെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ അച്ഛനും അമ്മയ്ക്കും വന്നു. അങ്ങനെ മകൻ്റെ ജീവിതം തന്നെ നശിക്കുന്ന ഒരു കാഴ്ചയാണ് അവർക്ക് മകൻ്റെ ഒരു ചെറുപ്രായത്തിൽ തന്നെ കാണേണ്ടി വന്നത് ഒക്കെയാണല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥ, മകൻ്റെ ആരോഗ്യവും ഭാവിയും തകർന്നടിയുന്നതാണ് ഈ ഒരു അമ്മയെ അസ്വസ്ഥനാക്കുന്നത്. അപ്പോൾ മനോജ് എന്താണ്, അല്ലേ, ഡോക്ടറാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു ഭാവിയൊക്കെ നശിച്ചു പോയതിലുള്ള വേവലാതി അച്ഛനും അമ്മയിലും കാണാം. പക്ഷേ ചെറുപ്പകാലത്ത് അവർക്ക് വേണ്ടുവോളം ഒരു മകനെ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് ഈ ഒരു മകനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 73ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത സെക്ഷനിൽ നമ്മൾ അടുത്ത സെക്ഷനുമായിട്ട് വരുന്നതാണ്. കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.